കൂട്ടുകാരെ പത്രമാറ്റ ആകെ കഥ മാറി മറിയുകയാട്ടോ നമ്മുടെ ആദർശ്. ഇപ്പോൾ പഴയ ആദർശല്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദർശ് നമ്മുടെ നയനയ്ക്ക് വേണ്ടി പുതിയ സാരി മേടിച്ചു കൊടുക്കുന്നു. നയനയെ രാത്രി ചുറ്റാൻ കൊണ്ടുപോകുന്നു. നയനയുടെ തലയിൽ മുല്ലപ്പൂ ചൂടി കൊടുക്കുന്നു. അതേ പ്രേക്ഷകരെ വേണ്ട പ്രപഞ്ചം തന്നെ. ലാസ്റ്റ് ബീച്ചിൽ പോയിരിക്കുന്നു. അവിടെ വെച്ച് പാട്ടൊക്കെ ആട്ടോ, ഭയങ്കര സിനിമാ പാട്ടൊക്കെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടത് തന്നെ എപ്പിസോഡാണ്. അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവൾക്ക് രാത്രി തന്നെ പുറത്തു പോകണോ? അവൾക്ക് ഇത്രമാത്രം സാധനങ്ങൾ മേടിക്കാൻ ഇവൻ രാത്രി തന്നെ കൊണ്ടുപോകണം, പകലൊന്നും സമയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി അവിടെ കിടന്ന് ഒച്ചപ്പാടാവട്ടെ. പക്ഷെ ആരും കാര്യമാക്കുന്നില്ല താനും. അപ്പുറത്ത് നമ്മുടെ അഭി നമ്മുടെ നവ്യ ഭയങ്കര ഭീഷണിയാണ്. എന്താ പറയുക, നവീൻ നിൻ്റെ പഴയ എന്താ പറയുക ബോയ് ഫ്രണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം, ഞാനത് തെളിയിക്കോടി മറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി ഭീഷണിയൊക്കെ പെടുത്തുന്നു. പക്ഷെ നവ്യ അതിലൊന്നും വഴങ്ങുന്നില്ല കേട്ടോ. അപ്പുറത്ത് നമ്മുടെ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, മക്കളെ എടി മോളെ എന്താ പറയുക, വലിയ പൈസക്കാരുടെ മക്കളൊക്കെ ഒരു പ്രേമം അതൊക്കെ സാധാരണയാണ്, അത് നീ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല, അത് കല്യാണം കഴിഞ്ഞ് പിന്നെ ആ ഒരു ചെക്കനെ വേറെ ഒന്നിലോട്ടും പിടി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിടിച്ച് നിർത്തിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ തന്നെ ഉപദേശം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ആ ഒരു കാര്യത്തിൽ ഒരു ആശ്വാസം പ്രേക്ഷകർക്ക് അല്ലേ. എന്തായാലും അവരുടെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം ഉടനെ തന്നെ ഉണ്ടാവട്ടെ. നയനയ്ക്ക് ഉടനെ തന്നെ വിശേഷം ഉണ്ടാകാൻ. നയനയ്ക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തം കുഞ്ഞ് തന്നെയാണ്. പ്രത്യേകിച്ച് നവ്യ ഗർഭിണിയായപ്പോൾ നയനയ്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് തനിക്കും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്ന്. അപ്പോൾ എത്രയും വേഗം ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ അല്ലെ പ്രേക്ഷകർ. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.